ഒന്നൂരട്ടാ ഒന്നൂല ഹായ് ആരാത് മോള്? ആ ഗർഭിണിയാണ്. 4-5 കുട്ടികളുണ്ട്. ആ 5-6 കുട്ടികളുണ്ട്. ഗർഭിണിയാണ്. ആ അതാ കണ്ടാലറിയാ, തൊട്ട് നോക്കിയാലും അറിയാ. ആ കുട്ടികളുണ്ട്. എൻ്റെ പള്ളാണ്ടില്ലേ പൂർണ്ണ ഗർഭിണിയാണ്. പ്രസവിക്കാനൊരു 4 ദിവസം ബാക്കിയുള്ളൂ. അപ്പോഴാണ് ഈ ചൂണ്ടയെ കുടുങ്ങിയത്. ആ ചൂണ്ടക്കാട് മീനാണിത്. കണ്ടാ ഇത് 40 കിലോ ഉണ്ട് മീൻ. ഫ്രഷ് മീൻ. ഇത് അജ്മാൻ്റെ സ്പെഷ്യലാണ് ഇതൊക്കെ. കണ്ണൻ സ്രാവ് ഇവിടെ അറബി സ്രാവ്, അറബി എരിയൂർ അറബി എന്നൊക്കെ പറയും. അങ്ങനത്തെ സാധനമാണിത്. ഇന്ന് വന്ന് ഫ്രഷ് സൂപ്പർ. പക്ഷേ ഇതിപ്പോൾ എന്താ പറയുക ഇങ്ങനെ കിടക്കണമെന്ന് വെച്ചാൽ ഈ നോമ്പായിട്ട് ഇങ്ങനത്തെ മീനുകളൊന്നും അങ്ങനെ ചിലവാവില്ല. ഈ 4 ദിവസം കൂടിയല്ലേ നോമ്പിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അധികം ചിലവ് വരില്ല. ഇനിയിപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കണം. അത് വാല് ഇത് കമ്പനിക്കാർ കൊണ്ടുപോകുന്നുണ്ട്. അത് ഈ ഓപ്പറേഷൻ്റെ നൂലുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണക്കിയിട്ട് ഇത് ഓപ്പറേഷൻ്റെ നൂലുണ്ടാക്കാനും അതുമാതിരി വേറെന്തോ സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ കമ്പനികൾ, ചൈനീസ് കമ്പനി ഇതൊക്കെ കൊണ്ടുപോകും. ഇതിൻ്റെ വാലൊക്കെ മുറിച്ചിട്ട് കൊണ്ടുപോകും. അത് ഭയങ്കര വിലയാണ്. മുമ്പ് ഭയങ്കര വിലയായിരുന്നു. 1 കിലോയ്ക്ക് 25 ദിർഹംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ലേശം വില കുറഞ്ഞു. വേറെ കുറേ കമ്പനികൾ ഇത് ഇതാക്കാൻ തുടങ്ങിയതിൻ്റെ ലേശം വില കുറഞ്ഞു. അതുപോലെ അതിൻ്റെ ചെറിയ സ്രാവിലാണ്. ഇതിൻ്റെ ആദ്യത്തെ മക്കളാണിത്. ഈ തള്ളയുടെ ആദ്യത്തെ മക്കളാണ്. പിന്നെ കൂടെ നടക്കുമ്പോൾ എല്ലാവരും കൂടെ കൂടി പെടുന്നതാണ്. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവർക്ക് ഈ മക്കളെയും ചെറുമക്കളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുനടക്കും. അതാണ് ഇവരെ പ്രത്യേകത. കണ്ടാ ആ ഇത് 5 തെട്ടിയിലുണ്ട്. മഞ്ഞപ്പാര വലുത് ചെറുത്, വലുതുണ്ട് ചെറുതുണ്ട്. വില കുറവാണ്. 20 ഉറുപ്പിയുള്ളൂ. വലിയ മഞ്ഞപ്പാരം വലുത് 20 ഉറുപ്പിയുള്ളൂ കിലോ. ചെറുതിനേക്ക് വില കൂടുതലേ? ചെറുതിന് 30 ഉറുപ്പ്യ. കിലോ 40 ഒക്കെ ആയിരുന്നു. 30 ഉറുപ്പ്യ വില കുറഞ്ഞ്. ഇപ്പോൾ നോമ്പൊക്കെ ആയാലും അധികം മീനിൻ്റെ ചിലവൊന്നും ഉണ്ടാവില്ല. ചിക്കനും മട്ടനൊക്കെ ഉള്ളൂ. അപ്പോൾ ലേശം വില കുറഞ്ഞു. വലുതിന് 20 ദിർഹംസ് ഉള്ളൂ കിലോയ്ക്ക്. അത് നല്ല അടിപൊളി സാധനമാണ്. ചോശും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനം. നല്ല സെമീനാണ്. ഇപ്പോൾ കണ്ടാ ഇതാണ് നല്ല സെമീനാണ്. കണ്ടാ നല്ല നെയ്യാണ് ഈ കാണുന്നത്. നല്ല ടേസ്റ്റാണ്.